ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ സുരക്ഷാ മതിലുകൾക്കുള്ളിൽ ബ്രിട്ടീഷ് കിരീടത്തിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വജ്രത്തിന് നേരെ വിരൽ ചൂണ്ടി നാളുകൾക്കിപ്പുറവും ആ ചോദ്യമുയരുന്നുണ്ട്. ഞങ്ങളുടെ കോഹിനൂർ എന്ന് തിരിച്ചു തരും? നൂറ്റാണ്ടുകളായി ബ്രിട്ടീഷ് കിരീടത്തിൽ തിളങ്ങുന്ന കോഹിനൂർ വജ്രം ഇന്ത്യയുടെ നഷ്ടപ്പെട്ട പ്രതാപത്തിന്റെ അടയാളമായാണ് കണക്കാക്കപ്പെടുന്നത്. കോഹിനൂർ തിരികെ എത്തിക്കുന്നതിനായി സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽക്കേ ഇന്ത്യ വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിവരുന്നുണ്ട്. കൊളോണിയൽ ഭരണകാലത്ത് ബ്രിട്ടൻ കൊണ്ടുപോയ ഈ അമൂല്യനിധി തിരികെ ലഭിക്കണമെന്നത് ഇന്ത്യക്കാരുടെ വൈകാരികമായ ഒരാവശ്യം കൂടിയാണ്. ഇപ്പോഴിതാ ന്യൂയോർക്ക് സിറ്റി മേയറായ സൊഹ്റാൻ മംദാനി കോഹിനൂർ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കൂടുതലറിയാം, സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടെയായിരുന്നു ലോക ശ്രദ്ധയാകർഷിച്ച മംദാനിയുടെ ഈ പ്രസ്താവന. ന്യൂയോർക്കിലെ സെപ്റ്റംബർ 11 സ്മാരകത്തിൽ വെച്ച് രാജാവിനെ കാണുന്നതിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മംദാനി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഔദ്യോഗിക കൂടിക്കാഴ്ചയുടെ അജണ്ടയിൽ വിഷയം ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും തനിക്ക് രാജാവുമായി ഒരു സ്വകാര്യ സംഭാഷണത്തിന് അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും കോഹിനൂർ വിഷയം ഉന്നയിക്കുമെന്ന് മംദാനി പറഞ്ഞു. രാജാവിനോട് പ്രത്യേകമായി സംസാരിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ കോഹിനൂർ വജ്രം ഇന്ത്യക്ക് തിരികെ നൽകാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടേക്കാം എന്നായിരുന്നു വാക്കുകൾ. ഒരു പ്രമുഖ അമേരിക്കൻ നഗരത്തിന്റെ മേയർ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത് കോഹിനൂർ തിരിച്ചെത്തിക്കാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ആഗോളതലത്തിൽ പുതിയ കരുത്തു പകരുന്നതാണ്. മംദാനിയും രാജാവും തമ്മിൽ 9/11 സ്മാരകത്തിൽ വെച്ച് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഈ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെട്ടോ എന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറും ദക്ഷിണേഷ്യൻ വംശജനുമാണ് 34-കാരനായ സൊഹ്റാൻ മംദാനി. 7-ാം വയസ്സിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും സോഷ്യലിസ്റ്റ് നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുമാണ് രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായത്. നിലവിൽ മംദാനിയുടെ പരാമർശങ്ങളെക്കുറിച്ച് ബക്കിംഗ്ഹാം കൊട്ടാരം പ്രതികരിച്ചിട്ടില്ല. മേയറുടെ ഓഫീസും ചർച്ചകളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രങ്ങളിലൊന്നായ 105.6 ക്യാരറ്റ് തൂക്കമുള്ള കോഹിനൂർ തെലങ്കാനയിലെ ഗോൾക്കൊണ്ട ഖനികളിൽ നിന്നാണ് കണ്ടെത്തിയത്. 1849 പഞ്ചാബ് പിടിച്ചടക്കിയ ശേഷം ലാഹോർ ഉടമ്പടി പ്രകാരം സിഖ് രാജാവായിരുന്ന മഹാരാജ ദുലീപ് സിംഗിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഈ വജ്രം കൈക്കലാക്കിയത്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ അമൂല്യ പ്രതീകമായ കോഹിനൂർ തിരികെ ലഭിക്കണമെന്നത് ദശകങ്ങളായി രാജ്യം ആവശ്യപ്പെടുന്നുണ്ട്. കോളനി ഭരണകാലത്ത് സമ്മർദ്ദം ചെലുത്തിയും ബലപ്രയോഗത്തിലൂടെയുമാണ് വജ്രം കടത്തിക്കൊണ്ടുപോയത് എന്നും അത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകമാണെന്നും ചൂണ്ടിക്കാട്ടി രാജ്യം കാലങ്ങളായി ഇത് തിരികെ ചോദിക്കുന്നുണ്ട്. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ ലാഹോർ ഉടമ്പടി പ്രകാരം ഈ വജ്രം തങ്ങൾക്ക് നിയമപരമായി ലഭിച്ചതാണെന്ന വാദത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുകയാണ് ബ്രിട്ടൻ. അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി ഇത്തരമൊരാവശ്യം ഉന്നയിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. കൊളോണിയൽ കാലത്തെ കൊള്ളരുതായ്മകൾ തിരുത്തപ്പെടണമെന്നും മോഷ്ടിക്കപ്പെട്ട സാംസ്കാരിക സ്വത്തുകൾ അവയുടെ യഥാർത്ഥ അവകാശികൾക്ക് നൽകണമെന്നുമുള്ള ആഗോളവാദത്തിന് മംദാനിയുടെ വാക്കുകൾ കരുത്തു പകരുന്നുണ്ട്. നിലവിൽ എലിസബത്ത് രാജ്ഞിയുടെ കിരീടത്തിലാണ് ഈ വജ്രം പതിപ്പിച്ചിരിക്കുന്നത്. ഈ കിരീടം ലണ്ടൻ ടവറിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്.